വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. എന്താണ് വി ഡി സതീശൻ പുനഃസംഘടന ചർച്ചകളിൽ പ്രതികരിക്കുന്നതെന്ന് കേൾക്കാം. അടിസ്ഥാനത്തിൽ ഓരോ ദിവസവും നിങ്ങൾ വാർത്ത കൊടുക്കുകയാണ്. കോൺഗ്രസിനൊന്നും സംഭവിക്കില്ല ഇങ്ങനെ വാർത്ത കൊടുത്തുകൊണ്ട്. നിങ്ങളുടെ വിശ്വാസ്യത പോവും. ഊഹാപോഹം നിങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അത് നിങ്ങൾ അദ്ദേഹത്തോട് അഭിപ്രായം ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു, അത്രയേ ഉള്ളൂ. നേതൃമാറ്റം എന്നുള്ള ഒരു വിഷയം നിൽക്കുമ്പോൾ അത് പൂർത്തിയാക്കാതെ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടക്കാനാവുക? മുല്ലപ്പള്ളി രാമചന്ദ്രൻ കോൺഗ്രസ് പ്രസിഡന്റിന് അയച്ച കത്ത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഞാൻ എങ്ങനെ അതിനെ കുറിച്ച് അഭിപ്രായം എനിക്കറിയില്ല. എനിക്ക് അറിയാത്ത കാര്യം ഞാൻ എങ്ങനെയാണ് നിങ്ങളോട് പറയുന്നത്? ഞാൻ വെറുതെ ഒരു ഊഹത്തിൽ നിങ്ങൾ വാർത്ത കൊടുക്കുന്ന പോലെ ഞാൻ പറഞ്ഞാൽ മതി. ഈ കോൺഗ്രസിൽ സാധാരണ പ്രവർത്തകരുടെ അഭാവം കൊണ്ട് ബൂത്തിൽ കൂടിയിരിക്കാൻ ആളില്ല. ശശി തരൂർ അടക്കമുള്ള നേതാക്കന്മാർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു വിലയിരുത്തലുണ്ടോ? ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ 5 ബൈ ഇലക്ഷൻ നടന്നല്ലോ. 5 ബൈ ഇലക്ഷൻ നടന്നല്ലോ. എവിടെയെങ്കിലും ബൂത്തിലിരിക്കാൻ ആളില്ലാത്ത ഒരു ബൂത്ത് കേരളത്തിലുണ്ടായി. കേരളത്തിലെ കോൺഗ്രസ് സംഘടനാപരമായി വളരെ ശക്തമാണ്. ഒരു ബൂത്തിൽ പോലും ഇരിക്കാൻ ആളില്ലാത്ത ഒരു ബൂത്ത് പോലും കേരളത്തിൽ ഒരിടത്തും ഉണ്ടാവില്ല. ഈ 5 ഉപതെരഞ്ഞെടുപ്പിൽ 4 നമ്മൾ ജയിച്ചു. വൻ ഭൂരിപക്ഷത്തിൽ. പ്രതിപക്ഷത്തിരുന്നോണ്ടാ നിങ്ങൾ ദേശീയ തലത്തിലെ മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് പ്രതിപക്ഷ ഉപതെരഞ്ഞെടുപ്പ് ജയിക്കുന്നത്? തമിഴ്നാട്ടിൽ, കർണാടകത്തിൽ, UP-യിൽ എവിടെയെങ്കിലും ജയിക്കുന്നുണ്ടോ? ബംഗാളിൽ എവിടെയെങ്കിലും? കേരളത്തിൽ മാത്രമാണ്. തൃക്കാക്കരയിൽ PT തോമസ് ജയിച്ചതിന്റെ ഇരട്ടി ഭൂരിപക്ഷം, പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി ജയിച്ചതിന്റെ 4 ഇരട്ടി ഭൂരിപക്ഷം, പാലക്കാട് നിങ്ങൾക്കറിയാലോ ഷാഫി ജയിച്ചതിന്റെ 5 ഇരട്ടി ഭൂരിപക്ഷം. പ്രതിപക്ഷ നേതാവ് അക്കാര്യത്തിൽ ഈ വിഷയം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കേരളത്തിൽ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ എവിടെയെങ്കിലും ബൂത്തിൽ കോൺഗ്രസിന് ആളിരിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരം ആരോപണം ഉന്നയിക്കുന്നവർ ആ കണക്ക് വയ്ക്കണം എന്നാണ് വി ഡി സതീശൻ പറയുന്നത്. വിനീത തുടരുന്നുണ്ട് കേരള ഹൗസിൽ നിന്ന്. വിനീത, ഇത് തന്നെയാണ് വി ഡി സതീശനും ചൂണ്ടിക്കാട്ടുന്നത്. ഈ സംഘടനാ വിഷയങ്ങളിൽ നേരിട്ട് മറുപടി പറയുന്നില്ലെങ്കിലും അതിലുള്ള പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം കൂടി വരുന്നുണ്ട്. അപ്പോൾ ചർച്ചകളുടെ സ്വഭാവം എന്തായിരിക്കും? എങ്ങനെയായിരിക്കും ഹൈക്കമാൻഡ് ഈ വിഷയങ്ങളെ സമീപിക്കുക? വിജയകുമാർ, ഏറ്റവും പ്രധാനമായി പറയേണ്ടത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ഒഴിവാക്കുക, ഒപ്പം തന്നെ പ്രവർത്തകർക്കിടയിൽ പോലും നേതാക്കൾ ഒറ്റക്കെട്ടാണ് എന്നൊരു സന്ദേശം അത് മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഹൈക്കമാൻഡിന്റെ പ്രധാനപ്പെട്ട ചുമതല. അതിനുള്ള നീക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. ഇങ്ങനെ ഒരു ഈ വിവാദങ്ങൾ സംബന്ധിച്ചൊരു പരസ്യ പ്രതികരണത്തിലേക്കൊക്കെ പോവുകയാണ് എങ്കിൽ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സാഹചര്യത്തിൽ അത് പാർട്ടിക്ക് ഗുണം ചെയ്യില്ല എന്നുള്ളത് തന്നെയാണ് ഹൈക്കമാൻഡിന്റെ വിലയിരുത്തൽ. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിവാദങ്ങളുടെ കൂടി പശ്ചാത്തലത്തിലാണ് ഡൽഹിയിൽ ഹൈക്കമാൻഡ് ഈ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. യോഗത്തിന്റെ പ്രധാന അജണ്ട എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുന്നൊരുക്കങ്ങൾ തന്നെയായിരിക്കും. സ്ഥാനാർത്ഥികളെ വളരെ നേരത്തെ തന്നെ ഏതാണ്ട് കുറഞ്ഞത് ഒരു 6 മാസം മുൻപെങ്കിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം സാധ്യമാകുമോ എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ഈ യോഗത്തിൽ ചർച്ച ചെയ്യുക. അതിനൊപ്പം തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലുള്ള ചില അനൗപചാരിക ചർച്ചകൾ കൂടി ഇന്ന് ഡൽഹി വേദിയാകുമെന്ന് തന്നെ നമുക്ക് പറയേണ്ടതായി വരും. അതിൽ ഏറ്റവും പ്രധാനം ഈ പുനഃസംഘടന അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. കാരണം ഏറെ നാളായി പുനഃസംഘടന ഉണ്ടാകുമെന്നും അതിൽ ചില നേതാക്കൾ അതൃപ്തി രേഖപ്പെടുത്തിയെന്നും സുധാകരൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് നിന്ന് മാറുമെന്നും ഒക്കെയുള്ള അഭ്യൂഹങ്ങൾ ഇങ്ങനെ പരക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു കൃത്യമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് പാർട്ടി എത്തുക എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അത്തരം ചർച്ചകളാണ് ഇന്ന് വൈകിട്ട് നടക്കുന്നത്. കേരളത്തെ കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ് ഈ ഡൽഹി ചർച്ചകൾ. പണ്ടും അങ്ങനെ തന്നെയായിരുന്നു. അത് ആവർത്തിക്കുകയാണ് ഇത്തവണയും. ഡൽഹിയിൽ കൂടിക്കാഴ്ച വൈകിട്ട് നടക്കുന്നുണ്ട്. വിനീത വിജിയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്.